പ്രധാനപ്പെട്ട ചില പത്രങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്കൊന്ന് വളരെ പെട്ടെന്ന് പോയി വരികയാണ് നമ്മൾ. മനോരമയിലേക്ക് വന്നപ്പോൾ ഇന്നലെ രാജ്യത്തിനാകെ പ്രത്യേകിച്ച് കേരളത്തിന് വലിയ അഭിമാനമുണ്ടാകുന്ന ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയത് ഗഗൻയാൻ ദൗത്യത്തിലെ ഒരു മലയാളി നാമത്തെക്കുറിച്ചായിരുന്നു. പ്രശാന്ത് ബാലകൃഷ്ണൻ എന്ന നെന്മാറക്കാരനെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ സ്വാഭാവികമായും കേരളം മുഴുവൻ തിരഞ്ഞു ആരാണ് ഈ പ്രശാന്ത് ബാലകൃഷ്ണൻ എന്നയാൾ എന്ന്. പിന്നീടാണ് നെന്മാറക്കാരനാണ്, അദ്ദേഹമാണ് ഈ ദൗത്യസംഘത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ, വിദ്യാർത്ഥിക്കാലത്തെ അദ്ദേഹത്തിൻ്റെ വലിയ പ്രാഗൽഭ്യം, എയർഫോഴ്സിലെത്തിയ കഥകൾ, അങ്ങനെ എല്ലാ വിവരങ്ങളിലേക്കും തൊട്ടു പിന്നാലെ മലയാളി പോയി. പക്ഷേ ഏറെക്കുറെ വൈകിട്ടാണ് ഒരു പ്രധാനപ്പെട്ട വിവരം അവരെ തേടിയെത്തിയത്. മലയാളികളുടെ പ്രിയ സിനിമാ താരമായ ലെന ഈ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുടെ ഭാര്യയാണ് എന്നുള്ള വിവരം. അത് ലെന തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം ഫസ്റ്റ് പേജിൽ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട്. മനോരമ ഭർത്താവിൻ്റെ നേട്ടം എനിക്കും അഭിമാന നിമിഷം ലെന എന്ന തലക്കെട്ടിലാണ് വാർത്ത നൽകിയത്. താനും പ്രശാന്തും ജനുവരി 17 വിവാഹിതരായെന്നും പ്രധാനമന്ത്രി ബഹിരാകാശ യാത്രികരെ പ്രഖ്യാപിച്ച ശേഷം വിവരം പുറത്തറിയിക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്നുമാണ് നടി ലെനയുടെ വെളിപ്പെടുത്തൽ. ഇത് നമ്മുടെ രാജ്യത്തിനും കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിൻ്റെ ചരിത്ര നിമിഷം. പ്രശാന്തിൻ്റെ നേട്ടവും തങ്ങളുടെ ബന്ധവും വിവരിക്കുന്ന സമൂഹമാധ്യമ പോസ്റ്റിൽ ലെന കുറിച്ചു. തിരുവനന്തപുരത്തെ ചടങ്ങിൽ ലെനയും പങ്കെടുത്തു. വിവാഹകാര്യം പ്രശാന്തിൻ്റെ അച്ഛനും സ്ഥിരീകരിച്ചു എന്നിങ്ങനെയാണ് ആ വാർത്ത പോകുന്നത്. ഏറെക്കുറെ എല്ലാ പത്രങ്ങളും ആ വാർത്ത ലെന പ്രശാന്ത് ബാലകൃഷ്ണൻ്റെ ഭാര്യയാണ് എന്നതിനൊപ്പം ഈ ലെന ഇക്കാര്യത്തിൽ ഈ പ്രഖ്യാപനം തൊട്ടുവന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ വാർത്തയും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഏറെക്കുറെ എല്ലാവരും മുൻപേജിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനോരമ നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത രാജ്യം ഒരിക്കലും വിസ്മരിക്കരുതാത്ത ഒരു നാമധേയമാണ് ഡോക്ടർ എൻ കൊച്ചുപിള്ള. അപ്പോൾ ഡോക്ടർ എൻ കൊച്ചുപിള്ളയുടെ നിര്യാണമുണ്ടായത് ഇന്നലെയാണ്. വലിയ തോതിലൊന്നും അത് വാർത്തയായി വന്നിട്ടില്ല, പക്ഷേ അത് വരേണ്ടതായിരുന്നു. ഡോക്ടർ എൻ കൊച്ചുപിള്ളയെ രാജ്യത്തിന് മറക്കാൻ കഴിയില്ല. ഗോയിറ്റ രോഗത്തിന് കാരണമാകുന്ന അയഡിൻ അപര്യാപ്തത ബുദ്ധി വളർച്ചയെപ്പോലും ഗുരുതരമായി ബാധിക്കുമെന്ന നിർണായകമായ പഠനവും കണ്ടെത്തലും നടത്തിയത് ഡോക്ടർ എൻ കൊച്ചുപിള്ളയാണ്. ഇതിന് പിന്നാലെയാണ് അയഡിൻ ചേർന്ന ഉപ്പിൻ്റെ വ്യാപക ഉപയോഗവും ദേശീയ തലത്തിലുള്ള പ്രചാരണവും തുടങ്ങിയത്. നേച്ചർ, ലാൻസെറ്റ്, എൻഡോക്രിനോളജി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ 145-ലേറെ പ്രബന്ധങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 30-ലധികം രാജ്യാന്തര സെമിനാറുകളിലും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല ഒരു റിപ്പോർട്ട് മനോരമ ഫസ്റ്റ് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇനി മാതൃഭൂമിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇന്നലെ വലിയ ഡെവലപ്മെൻറ്റ്സ്, വലിയ വാർത്തകൾ വന്ന ഒരു ദിവസം കൂടിയായിരുന്നു. പ്രത്യേകിച്ചും TP കേസിലെ പ്രതികളുടെ ശിക്ഷ ഉയർത്തിയ ദിവസമായിരുന്നു ഇന്നലെ. ഒപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗഗൻയാൻ ദൗത്യത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ ആ 4 പേരെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സമയം കൂടിയായിരുന്നു. സ്വാഭാവികമായും പത്രങ്ങളെല്ലാം എങ്ങനെയായിരിക്കും മുൻപേജ് അലൈൻ ചെയ്യുക, ഡിസൈൻ ചെയ്യുക, തലക്കെട്ടുകൾ എന്തായിരിക്കും എന്നുള്ളത് ഇന്ന് എല്ലാവരും കാത്തിരുന്നതാണ്. മാതൃഭൂമി മനോഹരമായ രീതിയിൽ ഫസ്റ്റ് പേജ് ഒരുക്കിയിട്ടുണ്ട്. ഇരട്ടി മധുരം എന്ന് ഫസ്റ്റ് പേജിൻ്റെ ഒരു ഇടത്തെ ഭാഗത്ത് ഇരട്ടി മധുരം എന്ന തലക്കെട്ടോടുകൂടി ഗഗൻയാൻ വാർത്ത പ്ലേസ് ചെയ്തപ്പോൾ തൊട്ടിപ്പുറത്ത് ഇരട്ടി ശിക്ഷ, അതായത് ഇരട്ടി 2 ഭാഗങ്ങളിലും ഇരട്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരട്ടി മധുരം ഇരട്ടി ശിക്ഷ എന്ന തരത്തിൽ ഫസ്റ്റ് പേജ് ഡിസൈൻ ചെയ്തു. അത് ആ ഒരു രീതിയിലാണ് മാതൃഭൂമി ആ വാർത്ത കൈകാര്യം ചെയ്തത്. TP കേസിന് താഴെ ഇപ്പോൾ വിധിച്ചത് ആർക്കൊക്കെയാണ്, ഏതൊക്കെ അർത്ഥത്തിലാണ് ഈ ശിക്ഷ ഉയർത്തിയിരിക്കുന്നത് എന്നെല്ലാം ബുള്ളറ്റിനായി നൽകിയിട്ടുണ്ട്. ഒപ്പം KK കൃഷ്ണനും ജ്യോതി ബാബുവിനുമുള്ള ശിക്ഷ വേറെ തന്നെ ബോക്സായി നൽകിയിട്ടുണ്ട്. ഈ നേരത്തെ മനോരമയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരട്ടി മധുരം എന്ന ഗഗൻയാൻ വാർത്തയ്ക്കൊപ്പം ഇതൻ പങ്കാളി ലെന, അതായത് ലെനയുടെ ആ വെളിപ്പെടുത്തൽ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുടെ ഭാര്യയാണെന്നുള്ള ആ വാർത്ത കൂടി ബോക്സായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമത്തിൻ്റെ സ്പോർട്സ് പേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ഹോക്കി ഇന്ത്യയിലെ പ്രതിസന്ധി. കുറേ ദിവസങ്ങളായി ഇന്ത്യൻ ഹോക്കി ഫെഡറേഷനിൽ വലിയ മുറുമുറുപ്പുകളും വലിയ പ്രതിസന്ധിയും രൂപപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ ഡെവലപ്മെൻറ്റ് എന്നോണം ഇന്നലെ 3 മാസമായി ശമ്പളം കിട്ടാത്തത് കൊണ്ട് ഹോക്കി ഇന്ത്യയുടെ CEO രാജിവെച്ചൊരു വാർത്ത മാധ്യമം വലിയ പ്രാധാന്യത്തോടു കൂടി സ്പോർട്സ് പേജിൽ നൽകിയിട്ടുണ്ട്. ഹോക്കി ഇന്ത്യയിൽ പുതിയ പ്രസിഡന്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ രാജി. 13 വർഷം പദവി വഹിച്ച ഓസ്ട്രേലിയക്കാരി എലേന നോർമനാണ് സ്ഥാനമൊഴിഞ്ഞത്. കഴിഞ്ഞ 3 മാസമായി എലേനയ്ക്ക് വേതനം നൽകിയില്ലെന്ന് ഹോക്കി ഇന്ത്യ വൃത്തങ്ങൾ വെളിപ്പെടുത്തി. കാരണം വ്യക്തമാക്കാതെയാണ് CAയുടെ പുറത്തുപോക്ക് ഹോക്കി ഇന്ത്യ പ്രഖ്യാപിച്ചത്. എന്നാൽ ശമ്പളമടക്കം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എലേന വ്യക്തമാക്കി. കാര്യം പ്രസിഡന്റ് ദിലീപ് ടെർക്കിയും സമ്മതിച്ചു. എന്നിങ്ങനെയാണ് ആ വാർത്ത പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വളരെ പെട്ടെന്ന് പത്രങ്ങളിലൂടെ ഒന്ന് കണ്ടുപിടിച്ചപ്പോൾ സ്ട്രൈക്ക് ചെയ്ത വാർത്തകൾ. കുറെ കൂടി പത്രങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും നല്ല വാർത്തകളൊക്കെ ഉണ്ടാകും. നമുക്കേതായാലും